ബസ് തടഞ്ഞു നിർത്തി നടു റൂട്ടിലിട്ടും പിന്നീട് പോലീസുകാർക്ക് മുന്നിലിട്ടുമാണ് മലയാളി വൈദികരടക്കമുള്ള സംഘത്തെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. മധ്യപ്രദേശിലെ മണ്ഡലയിൽ നിന്ന് ഏപ്രിൽ 1-ന് വിവിധ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് തീർത്ഥാടനത്തിനായി 60ഓളം പേർ ബസ്സിൽ യാത്ര തിരിച്ചു. വഴിയിൽ വെച്ച് ബസ് തടഞ്ഞ ഒരു സംഘം ആളുകൾ മതം മാറ്റ ശ്രമം ആരോപിച്ച് തീർത്ഥാടകരെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവം അറിഞ്ഞ് കാര്യങ്ങൾ തിരക്കാനെത്തിയതായിരുന്നു മലയാളി വൈദികരായ ഫാദർ ഡേവിസും ഫാദർ ജോർജ് തോമസും. ഇരുവരെയും പോലീസിന് മുന്നിലിട്ടാണ് മർദ്ദിച്ച് അവശരാക്കിയത്. അങ്ങനെ ഫാദർ ഡേവിസിനും ഫാദർ ജോർജിനും അങ്ങ് അണ്ണാക്ക് കൊടുത്തു. ആരും നമ്മുടെ സംഘി കുട്ടികൾ ചോദിക്കാൻ ചെന്നതാണ്. എന്ത് അറിയോ, ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയ VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. എന്നാൽ അക്രമികൾക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ പോലീസ് സ്വീകരിച്ചിട്ടില്ല. നമ്മള് ക്രൂരതയും ഗുണ്ടായുസവും ഈ നമ്മുടെ ഡെമോക്രസിക്ക് പറ്റിയതല്ല. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ വന്ന് അവർ പറഞ്ഞത് ശരി, അത് നടത്തണം എന്ന് പറയുന്നത് അത് വളരെ ഒരു തെറ്റായ ഒരു ധാരണയും ഒരു വിരോധാഭാസമാണ്. ഇങ്ങനെ ആ വീഡിയോയിൽ കണ്ടാൽ നമുക്കറിയാം ആരാണ്. കേസായിട്ട് മുന്നോട്ട് പോവാണ്, എന്തായാലും പോകണം. രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകളുടെ ആളുകളാണ് ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ചതെന്ന് KCBC വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആരാധനയ്ക്കുള്ള ഭരണഘടനാ അവകാശം ലംഘിക്കപ്പെടുന്നുവെന്ന് KCBC. This is in fact a denial of our constitutional right to worship. ജബൽപൂരിൽ മധ്യപ്രദേശിലെ ഒരു പള്ളിയിലോട്ട് ഒരു 10-60 തീർത്ഥാടകർ, ഈ ക്രിസ്ത്യൻ തീർത്ഥാടകർ, അവരങ്ങോട്ട് പോകുന്ന വഴിക്ക് അവർ മതം പ്രചരിപ്പിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സംഘിക്കുട്ടന്മാർ അവരെ പിടിച്ചടിച്ചു. നല്ലോണം അടിച്ചു. ചോദിക്കാൻ ചെന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള 2 ഫാദരികൾക്കും കിട്ടി. തലക്കും ഒരു പെണ്ണടിക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊരു സംഘിണിയാണ് മറ്റൊക്കെ തലക്ക് മൊട്ടതലക്കൊക്കെ അടിക്കുന്നത്. ഇങ്ങനെ കിട്ടിയാലും പഠിക്കരുത് കേട്ടോ. ഇങ്ങനെ കിട്ടിയാലൊന്നും പഠിക്കരുത്. നിങ്ങളിങ്ങനെ അടിയും വാങ്ങി ഇങ്ങനെയൊക്കെ നടക്കും. ഇപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിക്കുന്ന എന്താ, മുസ്ലിങ്ങൾ, മുനമ്പം, ഇതൊക്കെയുള്ള നമ്മുടെ വലിയ വലിയ പ്രശ്നങ്ങൾ നാട്ടിലെ അല്ലേ. അതേ സ്ഥാനത്ത് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ച് പോണത് നമ്മുടെ പാതിരിമാർക്കും നമ്മുടെ നാട്ടിലെ ഒരു ഐറ്റംസിനും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മൊത്തത്തിലുള്ള ക്രിസ്ത്യാനികളല്ല കേട്ടോ പറയുന്നത്. ഈ BJPയുടെ ഒരു പത്മവ്യൂഹം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് ചുറ്റും. അതിൻ്റെ അകത്ത് പെട്ടിട്ട് ഇപ്പോൾ ഈ സംഘിസം തലയിൽ കയറി ഒരു സംഘപത്മവ്യൂഹത്തിൻ്റെ അടിയിൽ കയറിയിട്ട് എന്താണ് നടക്കുന്നത് ഏതാണെന്ന് പറയാത്തൊരു മായാ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന കുറച്ച് ക്രിസ്സംഖികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സംഖ്യകളുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാണൂല. നിങ്ങൾ ഈ നാട്ടിലെ മുനമ്പത്തിലെ കാര്യം മറ്റേ കാര്യമൊക്കെ പറഞ്ഞ് നടക്കും. മുനമ്പത്തു നിന്ന് ആരും എവിടെയും പുറത്താക്കാൻ പോകുന്നില്ല. പണ്ടും പറഞ്ഞതാണ്. ഇപ്പോൾ ഏതായാലും ബില്ലും പാസ്സായി. ഇനിയിപ്പോൾ അതിലെന്തൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ ആൾക്കാർ എന്തായാലും സേഫാണെന്നുള്ളത് എങ്ങനെയായാലും നമുക്ക് എല്ലാവർക്കും വരാം. ഇനി ആ പേരും പറഞ്ഞിട്ടും ഈ പീസിനെ പോലത്തെ ക്ലോസറ്റുകൾ വന്ന് തൂറി നിറയ്ക്കുന്നത് കേട്ട് നക്കി തൂറി ജീവിക്കുന്ന ക്രിസ്സംഖികളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിപ്പം ഈ സംഘത്തിൻ്റെ ഒരു അവസ്ഥ, സംഘം ഈ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആദ്യം തമ്മിലടുപ്പിക്കും. അങ്ങനെ മുസ്ലിങ്ങളെ ഒതുക്കി കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്കിട്ട് കൊട്ടും. അതിൻ്റെ തുടക്കം എന്നോ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വാണങ്ങൾക്ക് അറിയില്ല. അത് നമ്മൾ മണിപ്പൂർ മാത്രം എടുക്കണ്ട, മണിപ്പൂർ എടുത്തോ മറ്റ് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഈ സംഘികൾ, ഈ ഫാദരിമാരെയും ബാക്കിയുള്ള ക്രിസ്ത്യൻ ആൾക്കാർ അവിടെ ഇട്ട് അടിച്ചു കൊല്ലുന്നതും ചുട്ട് കൊല്ലുന്നതൊക്കെ കഥകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ മലയാളത്തിലെ പ്രബുദ്ധ സംഘി അല്ലെ പ്രബുദ്ധ ക്രിസ്സംഘികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇట్లా തലയിൽ ഇത് കയറാനും പോകുന്നില്ല. അവരിങ്ങനെ സുരേഷ് ഗോപി ഇടക്ക് കൊണ്ട് കൊടുക്കുന്ന നമ്മളെ ചെമ്പ് ഗോപി ആയതിന് അങ്ങനെയുള്ളൂ. ചെമ്പിൻ്റെ മറ്റേ മാതാവിൻ്റെ കിരീടും ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ലഡ്ഡു ഏതൊരു പള്ളിയിൽ. ഈ പറഞ്ഞ ലഡ്ഡു ഇതൊക്കെ കിട്ടി ഇങ്ങനെ നുണഞ്ഞ് ജീവിച്ചു പോകും. കുറച്ചുകൂടെ കഴിയുമ്പം ഇപ്പം വഖഫ് ബില്ല് വന്നു, നാളെ ചർച്ച് ബില്ല് വരും. ചർച്ച് ബില്ല് വരുമ്പം അങ്ങ് അണ്ണാക്കിലേക്ക് അടിച്ചങ്ങോട്ട് കിട്ടും. അതോടുകൂടി സഭകളെല്ലാവരും കൂടെ പുറത്തോട്ട് ചാടി വീണ് അന്ന് നമ്മൾ യുദ്ധം ചെയ്യും. ആരോടും ഇല്ല. അന്ന് തൂറിങ്ങൾ മൂലയിലിരിക്കണം. നാട്ടിൽ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള നിങ്ങൾക്ക് അറിയാലോ. ഇത്രയും വലിയൊരു മുസ്ലിം പെർസെൻറ്റേജിനെ അടിച്ചമർത്താൻ സംഘികൾ കാണിക്കുന്ന ഏറ്റവും വലിയ കുബുദ്ധിയാണ് നിങ്ങളും ഈ പറഞ്ഞ മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അടിച്ചടിച്ച് പണ്ട് ഈ ബ്രിട്ടീഷുകാർ ചെയ്ത പരിപാടിയുണ്ട്. നാട്ടുരാജാക്കന്മാരെ തമ്മിൽ അടുപ്പിച്ചിട്ട് സ്ഥലം എടുക്കുന്ന പരിപാടി. അത് തന്നെ അവർ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. അങ്ങനെ മുസ്ലിങ്ങളെ ഒതുക്കാൻ നോക്കി, മുസ്ലിങ്ങൾ ഒതുങ്ങിയെന്ന് കാണുമ്പോൾ അടുത്ത അടിയൊക്കെ നിൻ്റെയൊക്കെ തലക്കെട്ടായിരിക്കും. ഓൾറെഡി അടിച്ചതിൻ്റെ തുടക്കം നീ ഇപ്പോൾ കണ്ട ജബൽപൂരിൽ കണ്ടതൊക്കെ എൻ്റെ പല മണിപ്പൂരായിട്ടും ജബൽപൂരായിട്ടും എല്ലാ ഇതിലും ഇത് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാവുന്നവരെ നിങ്ങളിങ്ങനെ സുഖിച്ച് സന്തോഷിച്ച് ഹല്ലേലൂയയും പാടി നടക്കും. അത്
മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു ഹലലുയും ഉണ്ടാവില്ല, മൊത്തം മൂക്കുത്തി താഴത്തേക്ക് വീഴുക. കഷ്ടാട്ടോ. അന്നൊരു കാസിയും കൂസിയും ഒന്നും ഉണ്ടാവില്ല. അന്ന് ഒന്ന് വീട്ടുകാർ പോലും ഉണ്ടാവില്ല കൂടെ നിൽക്കാൻ. വാണങ്ങളെ.